എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസാണ് പഠിക്കാൻ പോകുന്നത്. അതിലെ 6ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിലെ ചാപ്റ്റർ 6 ജുഡീഷ്യറി, അതായത് നീതിന്യായ വിഭാഗം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. നമ്മുടെ അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ആ കാവൽക്കാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഗവൺമെന്റിന് 3 പ്രധാന ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിയമം ഉണ്ടാക്കുന്നവർ, അത് നടപ്പിലാക്കുന്നവർ, പിന്നെ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നവർ. അതാണ് നമ്മുടെ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. ഇവരെയാണ് നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ മൗലിക അവകാശങ്ങളുടെയുമൊക്കെ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്ന് പറയുന്നത്. ഈയൊരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായും മനസ്സിലാവും. എന്തിനാണ് നമ്മുടെ കോടതികൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് അവർ നമ്മളെ, സാധാരണക്കാരെ, എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഈ ചാപ്റ്റർ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മളൊരു ഓർഡറിലാണ് പോകുന്നത്. നോക്കൂ, ആദ്യം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ നോക്കും. പിന്നെ നമ്മുടെ കോടതികളുടെയൊക്കെ ഒരു ഘടന, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. പിന്നെ ഇതെല്ലാം പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്വിക്ക് റിവിഷനും ഉണ്ടാകും. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ചാപ്റ്ററിലെ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അയ്യോ, ഇതൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. നമുക്കെല്ലാം 0-ൽ നിന്ന്, 0-ൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ നീതിന്യായ വിഭാഗം? ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെയാ പോവുക? കോടതിയിൽ, അല്ലേ? അപ്പോൾ ഈ കോടതികളും ജഡ്ജിമാരുമെല്ലാം ചേർന്ന ആ ഒരു സിസ്റ്റമില്ലേ, അതാണ് ജുഡീഷ്യറി. അത് ചിലപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള പ്രശ്നങ്ങളാവാം. എന്തു തന്നെയായാലും അവിടെ നിയമം അനുസരിച്ച് നീതി നടപ്പാക്കുക, അതാണ് ഇവരുടെ പ്രധാന ജോലി. അതായത് നിയമമാണ് ഇവിടെ ഏറ്റവും വലുത് എന്ന് ഉറപ്പാക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. എന്താണത്? ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ജഡ്ജി ഒരു കേസിൽ വിധി പറയാനിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മന്ത്രിയോ വലിയൊരു രാഷ്ട്രീയക്കാരനോ ഫോൺ വിളിച്ച് വിധി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ആരും, അതായത് ഗവൺമെന്റോ രാഷ്ട്രീയക്കാരോ ഒന്നും കോടതിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ജഡ്ജിമാർക്ക് ആരെയും പേടിക്കാതെ ശരിയെന്ന് തോന്നുന്ന വിധി പറയാൻ കഴിയണം. അതിനുള്ളൊരു സംരക്ഷണമാണ് ഈ സ്വാതന്ത്ര്യം. 3ാമത്തെ അടിസ്ഥാന ആശയം നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിങ്ങൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ, വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണോ സാധാരണക്കാരനാണോ, അതൊന്നും ഒരു വിഷയമല്ല. നിയമം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നിയമത്തിനു മുകളിൽ ഒരു പക്ഷിയും പറക്കില്ല. ഈ ഒരാശയമാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ അടിത്തറ. അപ്പോൾ ഈ 3 അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ജുഡീഷ്യറി, അതിൻ്റെ സ്വാതന്ത്ര്യം, നിയമവാഴ്ച. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യയിലെ കോടതികൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ ഘടന എന്താണ്? ഓരോ കോടതിക്കും എന്തൊക്കെ അധികാരങ്ങളുണ്ട്? നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ജഡ്ജിമാർക്ക് സ്വാതന്ത്ര്യം വേണോന്ന്. വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ. ആ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നമ്മുടെ ഭരണഘടന തന്നെ 4 വഴികൾ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ജഡ്ജിമാരുടെ നിയമനം. അതിലെ രാഷ്ട്രീയക്കാർക്ക് വലിയ പങ്കൊന്നുമില്ല. രണ്ടാമത്തേത് അവരുടെ ജോലിക്ക് നല്ല സുരക്ഷയുണ്ട്. ഒരു ജഡ്ജിയെ അങ്ങനെ എളുപ്പത്തിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റില്ല. അതിന് വളരെ സങ്കീർണമായ നടപടികളുണ്ട്. 3ാമത്തെ കാര്യം അവരുടെ ശമ്പളം. അത് സർക്കാരിൻ്റെ ഇഷ്ടം പോലെ കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. 4ാമത്തേത് ജഡ്ജിമാരുടെ തീരുമാനങ്ങളെയോ നടപടികളെയോ ആർക്കും അങ്ങനെ തോന്നിയ പോലെ വിമർശിക്കാൻ പറ്റില്ല. അതിനെ കോടതി അലക്ഷ്യം എന്ന് പറയും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് ജുഡീഷ്യറി സ്വതന്ത്രമായി നിൽക്കുന്നത്. ഇനി നമ്മുടെ കോടതികളുടെ ഘടന, അതായത് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതൊരു പിരമിഡ് പോലെയാണ്. ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ആ പിരമിഡിന്റെ ഏറ്റവും മുകളിൽ ഒരൊറ്റ കോടതി. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി. അതിനു താഴെയായി ഓരോ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതികൾ വരും. പിന്നെയും താഴോട്ട് പോയാൽ ഓരോ ജില്ലയിലുമുള്ള ജില്ലാ കോടതികളും മറ്റു ചെറിയ കോടതികളും. ഇതിനെയാണ് നമ്മൾ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം അഥവാ ഏകീകൃതമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഘടന കണ്ടു. ഇനി പിരമിഡിന്റെ ഏറ്റവും മുകളിലുള്ള ആൾക്ക്, അതായത് സുപ്രീം കോടതിക്ക് എന്തൊക്കെയാണ് അധികാരങ്ങളെന്ന് നോക്കാം. ഈ അധികാരങ്ങളെയാണ് നമ്മൾ ജൂറിസ്ഡിക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രധാനമായിട്ടും 4 തരം അധികാരങ്ങളാണ് സുപ്രീം കോടതിക്കുള്ളത്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ.
ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തേതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ തനതധികാരം. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു നിയമത്തിന്റെ പേരിൽ വലിയ തർക്കമുണ്ടായിന്ന് വയ്ക്കുക. അല്ലെങ്കിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു നദീജലത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടായി. ഈ കേസുകൾ എവിടെ പോകും? ഇത് നേരെ പോകുന്നത് സുപ്രീം കോടതിയിലേക്കായിരിക്കും. വേറെ ഒരു ചെറിയ കോടതിയിലും ഇത് പരിഗണിക്കില്ല. അതായത് ചില പ്രത്യേക കേസുകൾ ഒറിജിനലായിട്ട് ആദ്യമേ തന്നെ കേൾക്കാനുള്ള അധികാരം, അതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. രണ്ടാമത്തേത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഈ അപ്പീൽ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കീഴ്ക്കോടതി ഒരു വിധി പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ആ വിധിയിൽ തൃപ്തിയില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അതിന് മുകളിലുള്ള കോടതിയിൽ പോയി പരാതി പറയും. ഇതിനാണ് അപ്പീൽ പോകുക എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ അപ്പീൽ കേൾക്കാനുള്ള അവസാനത്തെ വാക്ക് ഏറ്റവും ഉയർന്ന കോടതി, അത് സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിയുടെ വിധിയിൽ പോലും നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാം. മൂന്നാമത്തേത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. പേരുപോലെ തന്നെ ഇത് ഉപദേശം നൽകാനുള്ളൊരു അധികാരമാണ്. രാജ്യത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപരമായ കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു സംശയം വന്നാൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയോട് ഒരു അഭിപ്രായം, ഒരു ഉപദേശം ചോദിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഉപദേശം സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അതുപോലെ കിട്ടിയ ഉപദേശം രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതൊരു നിർബന്ധമല്ല. ഇനി നാലാമത്തത് റിറ്റ് ജൂറിസ്ഡിക്ഷൻ. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് കുറേ മൗലിക അവകാശങ്ങൾ തന്നിട്ടില്ലേ? അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആരെങ്കിലും ലംഘിച്ചാലോ? നമുക്ക് വേറെ ഒരു കോടതിയിലും പോകാതെ നേരെ സുപ്രീം കോടതിയിൽ ചെന്ന് പരാതി പറയാം. അപ്പോൾ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോടതി ചില പ്രത്യേക ഉത്തരവുകൾ ഇറക്കും. അതിനെയാണ് റിറ്റ്സ് അഥവാ റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയ്ക്ക് ഇതെങ്ങനെ എഴുതി ഫുൾ മാർക്ക് വാങ്ങും, അല്ലേ? നമുക്കൊരു സാധാരണ വരുന്ന ചോദ്യം എടുത്തിട്ട് അതിനെങ്ങനെ ഒരു പെർഫെക്റ്റ് ആൻസർ എഴുതാമെന്ന് നോക്കാം. റെഡിയല്ലേ? പരീക്ഷയ്ക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടന വിശദീകരിക്കുക എന്നൊരു ചോദ്യം വന്നാൽ എങ്ങനെ എഴുതും? ഈ 4 സ്റ്റെപ്പുകൾ ഓർത്താൽ മതി, ഫുൾ മാർക്ക് ഉറപ്പ്. സ്റ്റെപ്പ് 1, ഇന്ത്യയിലൊരു ഏകീകൃതമായ നീതിന്യായ വ്യവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് തന്നെ തുടങ്ങണം. ആ വാക്ക് വളരെ പ്രധാനമാണ്. സ്റ്റെപ്പ് 2, ഇതിന്റെ ആകൃതി ഒരു പിരമിഡ് പോലെയാണ് എന്നെഴുതുക. സ്റ്റെപ്പ് 3, ആ പിരമിഡ് ചിത്രം വൃത്തിയായിട്ടെന്ന് വരയ്ക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതികൾ എന്നിങ്ങനെ ലേബൽ ചെയ്യുക. സ്റ്റെപ്പ് 4, ഓരോന്നിനെക്കുറിച്ചും 1-2 വരിയിൽ ഒന്ന് ചെറുതായി വിശദീകരിക്കുക. ഇത്രയും മതി. ഇനി മിക്ക കുട്ടികൾക്കും പരീക്ഷയ്ക്ക് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷനാകുന്ന 2 വാക്കുകളുണ്ട്: ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം. കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലിരിക്കും, പക്ഷെ ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് ആ കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ അങ്ങ് മാറ്റിക്കളയാം. പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. നോക്കൂ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നിയമം ശരിയാണോ എന്ന് പരിശോധിക്കലാണ്. അതായത് പാർലമെന്റ് ഒരു നിയമം പാസാക്കി, ആ നിയമം നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണോ എന്ന് കോടതിക്ക് പരിശോധിക്കാം. എതിരാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അങ്ങ് റദ്ദാക്കാം. അപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നിയമം വന്നതിന് ശേഷം അതിനെ പരിശോധിക്കുന്നതാണ്. എന്നാൽ ജുഡീഷ്യൽ ആക്ടിവിസം അങ്ങനെയല്ല. അത് കോടതി കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നതാണ്. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ കോടതി സ്വയം ഇടപെടും. ഉദാഹരണത്തിന് പൊതുതാൽപര്യ ഹർജികളിലൂടെയൊക്കെ കോടതി ഇടപെട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസമാണ്. ഒന്ന് നിയമം വന്ന ശേഷം പരിശോധിക്കുന്നു, മറ്റേത് സമൂഹത്തിൽ നേരിട്ടിടപെടുന്നു. ശരി, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഒരു ഫ്ലാഷ് കാർഡ് പോലെ. നമുക്കതൊന്ന് വേഗത്തിൽ നോക്കാം. ഈ 4 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഒന്നാമത്തത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. അത് എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? നിയമനം, കാലാവധി, സാമ്പത്തിക സുരക്ഷ. രണ്ടാമത്തത് നമ്മുടെ കോടതികളുടെ ഘടന. ഓർമ്മയുണ്ടല്ലോ, ആ പിരമിഡ്, മുകളിൽ സുപ്രീം കോടതി. മൂന്നാമത്തത് സുപ്രീം കോടതിയുടെ 4 അധികാരങ്ങൾ. ഏതൊക്കെയായിരുന്നു? ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വൈസറി, പിന്നെ റിറ്റ്. 4ാമത്തെ പോയിന്റ് ജുഡീഷ്യൽ റിവ്യൂ. എന്തായിരുന്നത്? ഭരണഘടനയ്ക്ക് ചേരാത്ത നിയമങ്ങളെ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം. ഈ 4 പോയിന്റ്സ് മറക്കരുത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു കേസുണ്ട്, കേശവാനന്ദ ഭാരതി കേസ്. 1973-ൽ സുപ്രീം കോടതി ഒരു ചരിത്രപരമായ വിധി പറഞ്ഞു. പാർലമെന്റിന് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, അതായത് ബേസിക് സ്ട്രക്ചർ, അതിൽ തൊടാൻ പാടില്ല. ഉദാഹരണത്തിന് ജനാധിപത്യം, മതേതരത്വം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ മാറ്റാൻ പാർലമെന്റിന് പോലും കഴിയില്ല. പാർലമെന്റിന് മുകളിലാണ് ഭരണഘടന എന്നുറപ്പിച്ചൊരു വിധിയായിരുന്നു അത്.
അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് കോൺഫിഡൻസ് ആണ്. ഈ ചാപ്റ്റർ ഒരാഴ്ച കൊണ്ട് എങ്ങനെ അടിപൊളിയായി പഠിച്ചു തീർക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു 3 സ്റ്റെപ്പ് പ്ലാനാണ്. സ്റ്റെപ്പ് 1 റീഡ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ ഒരൊറ്റ തവണ സാവധാനം വായിക്കുക. സ്റ്റെപ്പ് 2 പ്രാക്ടീസ്. ചാപ്റ്ററിൻ്റെ പുറകിലുള്ള ചോദ്യങ്ങളെടുത്ത് സ്വയം ഉത്തരം എഴുതി നോക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, ശ്രമിക്കുക. സ്റ്റെപ്പ് 3 റിവൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമ്മറി പോയിന്റ്സില്ലേ, അത് എല്ലാ ദിവസവും വെറും 5 മിനിറ്റ് ഉറങ്ങുന്നതിന് മുൻപൊന്ന് വായിച്ചു നോക്കുക. ഒരാഴ്ച ഇത് ചെയ്താൽ മതി, ഈ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി അറിയാം. നിങ്ങൾക്കിത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നല്ല ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. എൻ്റെ എല്ലാവിധ ആശംസകളും.